ഫലസ്തീനിലെ അവസാന ഹോസ്പിറ്റലും ഇസ്രായേൽ തകർത്തു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ മീഡിയ വൺ ഷെയർ ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ താഴെ ഒന്ന് കയറി നോക്കിയപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുകയാണ് അടിപൊളിയെന്ന്. അതായത് ഈ അടിപൊളി എന്ന് എഴുതിയിട്ടുള്ള ആളുടെ പൊളിറ്റിക്സ് വേറെ ആയിരിക്കും, കാഴ്ചപ്പാടുകൾ വേറെ ആയിരിക്കും, മതം വേറെ ആയിരിക്കും. ഇത് നിരപരാധിയായ ആളുകൾ മരിക്കുന്നതിന് സന്തോഷം കണ്ടെത്താനുള്ള എന്തെങ്കിലും ഒരു കാര്യമാണോ? നമ്മുടെ നാട്ടിൽ എല്ലാ മതത്തിലുള്ള ആളുകളും എല്ലാ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളുകളും വളരെ അടിപൊളിയായിട്ട് ജീവിച്ചു പോയിരുന്ന ഈ ഒരു സിറ്റുവേഷൻ മാറിയത് എവിടം തൊട്ടാണ്? നമ്മുടെ നാട്ടിൽ ഏത് വിഭാഗം ആളുകൾ ഏത് രീതിയിൽ സംസാരിച്ചു തുടങ്ങിയതിന് ശേഷമാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ നമ്മൾ എതിർക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഇന്ന് വളരെ കുറഞ്ഞ പേര് സംസാരിക്കുന്ന ഈ ഒരു വർഗീയത നമ്മുടെ നാടെന്നല്ല ലോകം പിടിച്ചടക്കും. അപ്പോൾ ഇതിലൊന്നും പെടാത്ത നിരപരാധികളായ അവരുടെ ജീവിതം കൊണ്ട് മുന്നോട്ട് പോവാം. മതം വേണ്ട അല്ലെങ്കിൽ മതം വേണം, അല്ലെങ്കിൽ ഏത് മതത്തിൽ എനിക്ക് വിശ്വസിക്കുന്നത് എൻ്റെ ഇഷ്ടമാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ പുതിയ തലമുറകൾക്ക് എന്തായാലും ഈ ഒരു വർഗീയത കൊണ്ട് ഒരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളായ ആളുകളുടെ ഒന്നും വിശ്വാസവും മതവും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം അങ്ങനെ ഒരു കൾച്ചറിൽ വളർന്നതാണ് ഞാൻ. പക്ഷേ എൻ്റെ വിശ്വാസങ്ങൾ എനിക്ക് വാല്യൂ ഉള്ളതാണ്. എൻ്റെ സുഹൃത്തുക്കളുടെ വിശ്വാസത്തെ ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇപ്പോൾ ഈ സംസാരിക്കുന്ന പൊളിറ്റിക്സ് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി വരാൻ പോകുന്നത് എന്ത് ദുരന്തമായിരിക്കും.